വിവരം ഇങ്ങനെ അപകടം നടന്നെന്നുള്ളത് അറിയാം. പക്ഷേ അത് നമ്മളെ ആളുണ്ടെന്നുള്ളത് നമ്മൾക്ക് കിട്ടുന്ന ഒരു 2 മണിക്ക് ശേഷമാണ്. അതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണുമായി പലരുമായി ബന്ധപ്പെട്ട് ഒന്നും കിട്ടാതെ നിന്നപ്പോഴാണ് പറയുക അവരെ ജ്യേഷ്ഠനുണ്ട് അവിടെ. ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു ആൾ ഫോട്ടോ കൊടുത്തപ്പോഴാണ് മോർച്ചയിൽ ആളുണ്ടെന്നുള്ളത് അറിയുന്നത്. ഈ മേഖലയിൽ തന്നെയാണോ കഴിഞ്ഞ കുറേ വർഷമായി നൂഹ് പ്രവർത്തിച്ചിരുന്നത്? ഈ മേഖലയിൽ തന്നെയാണ്. ഈ പുതിയ കമ്പനിയിലേക്ക് ഇപ്പോൾ ചേഞ്ച് ആയതാണ്. അതിപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ളൂ ആ കമ്പനിയിലേക്ക് മാറിയിട്ട്. ആ ഫ്ലാറ്റിൽ ഇപ്പോൾ താമസം തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം മാറിയിട്ട് 1 മാസം അടുത്തായിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിലേക്ക് 11 വർഷത്തോളമായി പ്രവാസിയാണെന്ന് തോന്നുന്നു അല്ലേ? 11 വർഷത്തോളം പ്രവാസിയായിട്ട് കുവൈത്തിൽ തന്നെയാണ് ആയിരുന്നു കൂടുതൽ. അവിടെ തന്നെ തന്നെയാണ് ജോലി. പുതിയ കമ്പനിക്ക് ഈടെയാണ് മാറിയത് തോന്നുന്നു. പുതിയ കമ്പനിക്ക് ഇപ്പോഴാണ് മാറിയത്. 1-2 മാസമായിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും തരത്തിൽ വളരെ പ്രയാസപ്പെട്ടുള്ള ജീവിതമാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ മാറിയപ്പോഴാണ് പറഞ്ഞത് ഇപ്പോൾ ചെറിയൊരു ജോലി നല്ലത് കിട്ടിയിട്ടുണ്ട് എന്ന് വിളിച്ച് നമ്മളവിടെ വിവരം പറഞ്ഞു. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു. കുടുംബത്തിൻ്റെ വളരെ കഷ്ടപ്പെട്ടുള്ള ജീവിതമാണ്. ഇപ്പം ഇത്തരം കാലം നിന്നിട്ട് ഒരു ചെറിയ വീടാണ് വെച്ചത്. പിന്നെ 3 പെൺകുട്ടികളാണ്. നൂഹിനെ ആശ്രയിച്ച് തന്നെയായിരുന്നു വീട്ടുകാരെല്ലാവരും. വീട്ടുകാരിപ്പം ഭാര്യയും 3 മക്കളൊന്നും. ജ്യേഷ്ഠന്മാരഞ്ചന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ നിൽക്കുക. അവർ 5 വീടാണ്, 8 5 പുറത്ത്. ഇത് എൻ്റെ വീടാണ്, അടുത്താണ്. വീട്ടിലിരുന്ന് പോയിട്ട് 5-6 മാസമാണ്. പോയിട്ട് വന്നിട്ട് പിന്നെ ഈ ജോലി കിട്ടിയപ്പം 2 അറ്റാക്കിൻ്റെ രോഗം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതം മാറുകല്ല, അങ്ങനെ പോയതാണ്. പ്രയാസപ്പെട്ടുള്ള ജീവിതമാണ്. 3 കുട്ടികളുണ്ട്. ആ കുട്ടികളെ സംരക്ഷിക്കാൻ അസുഖം ഉണ്ടായിട്ടും നാട് വിട്ടതാണ്. മത്സ്യത്തൊഴിലാളി ആദ്യം മുതലേ മത്സ്യത്തൊഴിലാളിയാണ് ഇവിടെ ജോലിക്ക് പോകുന്നത്. പോയിട്ട് 11 വർഷത്തോളമായി ഗൾഫിലാണ്. അവിടെ മത്സ്യത്തൊഴിലാളി തന്നെയാണ്. ഇപ്പോൾ 2 മാസമായിട്ട് കമ്പനിക്ക് മാറിയിട്ടുള്ളൂ. നന്ന പാവപ്പെട്ട ടീമാണ്. ഇപ്പോൾ ഇവിടെ കുടുംബമാണെങ്കിൽ 3 പെൺകുട്ടികളാണ്. അപ്പോൾ അടിസ്ഥാനത്തിൽ വളരെ ഒരു പാവം നിറഞ്ഞ ഒരു പാവപ്പെട്ട കുടുംബങ്ങളാണ്. അത് കുടുംബം നോക്കാൻ ഗൾഫിലേക്ക് പോയതാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ദാരുണ അന്ത്യം സംഭവിച്ച് പടച്ചവൻ്റെ ഒരു ഇതിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയുള്ള നമ്മൾ കുടുംബത്തിന് നോക്കാന്നുള്ള ഒരു സഹായ രീതിയിലായിട്ട് നോക്കാനുള്ള എന്തെങ്കിലും ലഭിക്കുന്ന രീതിയിൽ നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിന്നുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്.